അമ്മയിലെ തർക്കം രൂക്ഷമായി തുടരുകയാണ്. ഇതിനിടെ ഈ തർക്കത്തിൻ്റെ ഒരു ഉപോൽപ്പന്നം എന്ന നിലയിൽ രൂപം കൊണ്ട അൻസിബയുടെ പരാതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഇതിൽ അൻസിബ പോലീസിനെതിരെ നേരത്തെ തന്നെ പരസ്യമായി പ്രതികരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ പോലീസിനെതിരെ നിയമ നടപടിയിലേക്ക് കൂടി നീങ്ങുകയാണ് നടി അൻസിബ. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും പാലാരിവട്ടം SHOയ്ക്കുമെതിരെയാണ് അൻസിബ കോടതിയെ സമീപിച്ചത്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന പരാതിയിൽ നടപടിയെടുത്തില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയത്. രമേഷ്, അതായത് FIR പോലും ഇട്ട് അന്വേഷിക്കാൻ അമാന്തം കാട്ടിയെന്ന ശക്തമായ വിമർശനമാണ് ഈ പോലീസിനെതിരെ അൻസിബ നേരത്തെ നടത്തിയിരുന്നത്. ഇതിൻ്റെയൊക്കെ ആകത്തുകയായ നിയമ പോരാട്ടം എന്ന അർത്ഥത്തിലാണ് ഇപ്പോൾ കോടതിയെ സ്പെസിഫിക്കായി, അതായത് പോലീസ് കമ്മീഷണർക്കും SHOയ്ക്കുമെതിരെ പരാതി നൽകിക്കൊണ്ട് അൻസിബ നീങ്ങുന്നത് അല്ലേ? എന്തൊക്കെയാണ് ഹർജിയിലെ ആവശ്യങ്ങൾ? അജിംഷാദ്, അൻസിബ ഇത് 4ാം തവണയാണ് കോടതിയെ സമീപിക്കുന്നത്. അല്ലെങ്കിൽ അൻസിബയ്ക്ക് 4ാം തവണയാണ് കോടതിയെ സമീപിക്കേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അൻസിബ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകി അവർക്ക് നേരിടുന്ന അനുഭവങ്ങൾ, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന അടക്കമുള്ള പ്രവൃത്തികളൊക്കെ ഉണ്ടായിട്ടും കേസെടുക്കാൻ മടിച്ചു നിൽക്കുന്ന പോലീസിനെയാണ് കണ്ടത്. ഒരു ഘട്ടത്തിൽ അൻസിബ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി, ആഭ്യന്തരമന്ത്രിയോട് പറഞ്ഞിട്ട് പോലും FIR ഇടാൻ ഇവിടെ പോലീസ് മടിക്കുകയാണെന്നുള്ളത്. അപ്പോൾ കോടതിയിൽ അൻസിബയ്ക്ക് വിശ്വാസം. പിന്നീട് കോടതി ഇടപെട്ട് ഈ സ്റ്റേഷനുകളിലൊക്കെ കേസെടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ ഏറ്റവും ഒടുവിൽ ഈ പാലാരിവട്ടം പോലീസിന് അൻസിബ നൽകിയൊരു പരാതിയുണ്ട്. അത് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അശ്ലീലകരം ആയ പരാമർശങ്ങളൊക്കെ നടത്തി അധിക്ഷേപിക്കുന്ന സാഹചര്യമുണ്ടായി. അത് ലക്ഷ്മിപ്രിയയുടെ നേതൃത്വത്തിലാണ് അത് നടന്നത്. ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് ഇത്തരത്തിൽ അപമാനിച്ചത്. അപ്പോൾ ലക്ഷ്മിപ്രിയയെയും ഈ ഓൺലൈൻ ചാനൽ ഉടമയടക്കം അവർക്കെതിരെയാണ് അൻസിബ പരാതി നൽകിയിരുന്നത്. പക്ഷേ പാലാരിവട്ടം പോലീസ് കേസെടുത്തില്ല. പിന്നീട് അൻസിബ തന്നെ കോടതിയെ സമീപിച്ചു. അപ്പോൾ കോടതിയിൽ പോലീസ് പറഞ്ഞത് ഈ അൻസിബയുടെ പരാതിയിൽ കേസെടുക്കാവുന്ന സാഹചര്യം ഇല്ല, അതൊരു മാനനഷ്ട കേസിൻ്റെ പരിധിയിലേ വരികയുള്ളൂ എന്നൊക്കെയാണ് പോലീസ് നിലപാടെടുത്തത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് അതിൽ അൻസിബ മറുപടി നൽകിയിട്ടുള്ളത്. സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പരാതിയാണ്, ആ തരത്തിൽ അത് കേസെടുക്കാവുന്നതാണെന്ന് അൻസിബയും കോടതിയിൽ നിലപാട് അറിയിച്ചിട്ടുണ്ട്. അതിൽ കോടതി വിധി വരുന്നതേ ഉള്ളൂ. ഇതിനിടയിലാണ് അൻസിബ വീണ്ടും ഇപ്പോൾ കോടതിയെ സമീപിച്ച് ഈ പരാതി സ്വീകരിച്ച പാലാരിവട്ടം SHOയ്ക്കും ഇദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനായ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകി, രണ്ടുപേർക്കും എതിരെ കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതിൽ പറയുന്നത്, ഈ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന തരത്തിലൊരു പരാതി വന്നാൽ അത് ഭാരതീയ ന്യായ സംഹിതയിലെ 199(1)C പ്രകാരം FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തണം എന്നുള്ളതാണ് വ്യവസ്ഥ എന്നാണ് ഈ ഹർജിയിൽ പറയുന്നത്. അങ്ങനെ ഒരു പരാതി ആയാൽ ഉടൻ FIR ഇടണം എന്ന് BNSലെ ഈ നിയമത്തിൽ തന്നെ പറയുന്നു. ഇനി അതിൽ വീഴ്ച വരുത്തിയാൽ BNSലെ തന്നെ 218-ാം വകുപ്പ് പ്രകാരം ഈ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയിലേക്ക് പോകാം, പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് പോകാം. അതിന് പ്രത്യേക അനുമതി ആവശ്യമില്ല, കോടതിക്ക് നേരിട്ട് ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് അൻസിബ ഹർജിയിൽ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വീഴ്ച വരുത്തിയത് ഇവിടെ ബോധ്യമാകുന്നു. ഈ സാഹചര്യത്തിൽ കോടതി ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോകണം എന്നുള്ളതാണ് അൻസിബ ഈ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്വാഭാവികമായും ഇന്ന് ഈ ഹർജി കോടതിയുടെ പരിഗണനയിൽ വന്നതേ ഉള്ളൂ. അത് ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. എതിർകക്ഷികൾ എന്നുള്ള നിലയിൽ ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ഒപ്പം ഇവരുടെ മേലുദ്യോഗസ്ഥർക്കും കോടതി അവരോടും വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ നിലപാട് എന്നുള്ളത് അറിയിക്കാൻ DGP അടക്കമുള്ള മേലുദ്യോഗസ്ഥർക്ക് കോടതി വിശദീകരണം അവരോട് തേടിയിരിക്കുകയാണ്. അവരുടെ വിശദീകരണം ലഭിച്ച ശേഷം ഇനി അടുത്ത മാസം 5-നായിരിക്കും കോടതി ഈ കേസ് പരിഗണിക്കുക. ആ ഘട്ടത്തിലായിരിക്കും കോടതിയുടെ നിലപാട് അറിയാൻ കഴിയുക. അജിം, ശരി. ഉമേഷാണ് സമഗ്രമായ വിവരങ്ങൾ നൽകി.